നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. പുതിയ സീസൺ, പുതിയ ലുക്കുള്ള ടീം, അതായത് മിഡിൽ ഓർഡറൊക്കെ റീവാമ്പ് ചെയ്തിരിക്കുന്നു. ടോപ്പ് ഓർഡറിൽ സഞ്ജു വരുന്നു. അങ്ങനെ മാറ്റങ്ങളോടുകൂടി പുത്തൻ ഭാവത്തിൽ വന്ന CSKക്ക് പക്ഷേ പഴയ പ്രശ്നങ്ങൾ തന്നെ. ബാറ്റിംഗ് കൊളാപ്സ്, അതാണ് നമ്മൾ ഇന്നലെ ഗുവാഹട്ടിയിൽ കണ്ടത്. ആദ്യ മത്സരം അനായാസം രാജസ്ഥാൻ റോയൽസ് വിജയിച്ച് കയറുന്ന കാഴ്ച. 8 വിക്കറ്റിൻ്റെ വിജയമാണ്. അതും ഓവറുകൾ 8 ഓവറുകളോളം ബാക്കി വെച്ചിട്ടാണ് അവർ ജയിച്ച് കയറിയത് എന്ന് നോക്കണം. CSKയുടെ നെറ്റ് റൺ റേറ്റിന് ഓൾറെഡി ബിഗ് ഡാമേജ് ഉണ്ടാക്കാൻ ഈ കളി കൊണ്ട് സാധിച്ചിരിക്കുന്നു. CSK ആദ്യം ബാറ്റ് ചെയ്ത് 127 റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 12.1 ഓവറുകളിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺസിലേക്ക് കുതിച്ചെത്തുകയായിരുന്നു രാജസ്ഥാൻ റോയൽസ്. CSKക്ക് വേണ്ടി ജെയ്മി ഒവേർട്ടൻ്റെ 43 റൺസ് കൂടി ഇല്ലായിരുന്നെങ്കിൽ അവർ 100 പോലും കടക്കില്ലായിരുന്നു. രാജസ്ഥാൻ റോയൽസിൻ്റെ ഇന്നിങ്സിൽ എടുത്തു പറയേണ്ടത് വൈഭവ് സൂര്യവംശിയുടെ വൈഭവം നിറഞ്ഞ ഇന്നിങ്സ് തന്നെയാണ്. 15-കാരൻ 15 പന്തിൽ അർദ്ധ സെഞ്ചുറി അടിച്ചു, 52 റൺസ് അവനടിച്ചു. ജയ്സ്വാൾ 38 റൺസുമായിട്ട് പുറത്താകാതെ നിന്നു. അപ്പോൾ CSKക്ക് എവിടെയാണ് പിഴച്ചത്? പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ കളി കഴിഞ്ഞാലും നമ്മൾ വിശദമായ റിവ്യൂ പറയുന്നുണ്ട്. സുഹൃത്തുക്കൾക്കറിയാം, റാഫ്റ്റോ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ കളികൾ നടക്കുമ്പോഴും അതുപോലെ തന്നെ IPL എല്ലാ മത്സരങ്ങളും നമ്മൾ റിവ്യൂ പറയാറുണ്ട്. അപ്പോൾ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും വീക്ഷണങ്ങളും അതുപോലെ തന്നെ ക്രിക്കറ്റ് എക്സ്പേർട്ടുകൾ പറയുന്നതൊക്കെ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് റാഫ്റ്റോക്സിൻ്റെ ഈ ക്രിക്കറ്റ് റിവ്യൂകൾ. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. കളിയിലേക്ക് വരാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇത് പുതിയ സീസൺ, ഒരു ന്യൂ ലുക്ക് ടീം, പക്ഷേ സെയിം ഓൾഡ് ബാറ്റിംഗ് ട്രബിൾസാണ് CSKയെ കാത്തിരുന്നത്. അവരുടെ പവർ പ്ലേ 41 റൺസിന് 4 വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് വീണുപോയി. കഴിഞ്ഞ സീസണിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇതുപോലെ പവർ പ്ലേയിൽ തപ്പിത്തടയുന്ന ടീം, ടോപ്പ് ഓർഡറും മിഡിൽ ഓർഡറും ഒരുമിച്ച് കൊളാപ്സ്ഡ് ആവുന്ന അവസ്ഥ, അതൊക്കെ തന്നെ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്. 127 റൺസിലേക്ക് ഒരുവിധം അവരെത്തി. പക്ഷേ വൈഭവ് സൂര്യവംശി എന്ന 15-കാരൻ്റെ വെടിക്കെട്ടിൽ അത് ഒന്നുമല്ല, ആ റൺസ് ഒന്നുമല്ല എന്നുള്ളത് തൊട്ടു പിന്നാലെ തെളിയുകയും ചെയ്തു. ഇനി പിഴച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ടോസ് നഷ്ടപ്പെട്ടിടത്ത് മുതൽ കാര്യങ്ങൾ കൈവിടുകയാണ്. ടോസ് നഷ്ടപ്പെടുക എന്നുള്ളത് പിന്നെ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ, അത് സംഭവിച്ചു പോയി. ഇത് അണ്ടർ കവറുള്ള പിച്ചാണ്. ഇന്നലെയും മിനിയാന്നും മഴയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഡാംനെസ് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി രാജസ്ഥാൻ റോയൽസിൻ്റെ ബൗളേഴ്സ്. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ അതിനെ ടാക്കിൾ ചെയ്യാൻ ബാറ്റർമാർ കൂടുതൽ അപ്ലൈ ചെയ്ത് കളിക്കണം. അതിനൊട്ട് CSK മുതിർന്നതുമില്ല. അവിടെയാണ് കളി കൈവിട്ടത് എന്ന് പറയേണ്ടി വരും. കളി കഴിഞ്ഞിട്ട് ഋതുരാജ് ഗെയ്ക്വാദ് പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? അതായത് എത്രയാണ് വേണ്ടത്, സ്കോർ എത്രയാണ് ഇത്തരം ഘട്ടങ്ങളിൽ വേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടാർഗറ്റ് എന്താണെന്ന് മനസ്സിലില്ലാതെ എങ്ങനെ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യണമെന്നറിയാതെ ബാറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചു പോയതാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, കുറച്ചുകൂടി ഡീപ്പറായിട്ട് ഞങ്ങൾ ബാറ്റ് ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളിടത്താണ് ഈ കാര്യങ്ങൾ പോയത്. മുമ്പും ഇതുപോലെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ CSKയുടെ ബാറ്റർമാർ വളരെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ അതിനെ തരണം ചെയ്യുമായിരുന്നു. ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് പാച്ച് പോലെ കുറച്ച് സമയം ഉണ്ടായി. കൃത്യമായി ഹാർഡ് ലെങ്ത്തിൽ പന്തെറിയുന്നു, ബാറ്റർമാരെ ബുദ്ധിമുട്ടിക്കുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ ഓൾ ഫോർമാറ്റ് എക്സ്പീരിയൻസ് ഉള്ള CSKയുടെ ബാറ്റർമാർ മുൻഘട്ടങ്ങളിൽ അതിനെ ടാക്കിൾ ചെയ്യുമായിരുന്നു. എന്നിട്ടാണ് പിന്നീട് അവർ ആക്സലറേറ്റ് ചെയ്യാൻ നോക്കുക. ഇവിടെ വിക്കറ്റുകൾ വീഴുമ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ അടിക്കാനുള്ള ശ്രമത്തിലേക്ക് CSK പോവുകയും വിക്കറ്റുകൾ വീഴുകയും ചെയ്തു. ആയുഷ് മേത്രയൊക്കെ അദ്ദേഹത്തിൻ്റെ തലക്ക് ആ ഒരു ഹൈറ്റിൽ വരുന്ന തലക്ക് വരുന്ന ബോൾ പോയിട്ട് ഹുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് ആവുന്ന അവസ്ഥ എങ്ങനെയാണ് സംജാതമാകുന്നത്? അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് ഇത്തരത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതിലുള്ള ഒരു ക്ലാരിറ്റി കുറവ് കൊണ്ടാണ്. അങ്ങനെയാണ് ഈ സ്കോർ 127 എന്ന രൂപത്തിലേക്ക് തകർന്നടിച്ചത്. അതിനേക്കാൾ 100 താഴെ പോകുമായിരുന്നു. ജെയ്മി ഒവേർട്ടൻ ഉയർന്ന് സെൻസിബിളായിട്ടുള്ളൊരു ഇന്നിങ്സ് കളിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും റൺസിലേക്ക് എത്തി വലിയൊരു ഹ്യൂമിലിയേഷനിൽ നിന്ന് CSK രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയണം. ഏതായാലും ആർച്ചറും ബർഗറും ചേർന്നുകൊണ്ട് കൊടുത്ത പണി, തുടക്കത്തിൽ ആ പണി എന്ന് പറഞ്ഞാൽ അവർ ആ സിറ്റുവേഷൻ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ബർഗർ ഓപ്പണർ സഞ്ജു സാംസണിനെ പറഞ്ഞു വിടുന്നു. സഞ്ജു സാംസണ് 2ാമത്തെ ഓവറിലാണ് മടങ്ങി പോകുന്നത്. ഒരു പെർഫെക്റ്റ്ലി പിച്ച്ഡ് ഡെലിവറി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഫുൾ ഡെലിവറിയും അല്ല, ഷോർട്ട് ഡെലിവറിയും അല്ല,
അത്തരത്തിലുള്ള ഒരു ബോൾ വന്നു. എന്നിട്ട് അത് പുറത്തേക്ക് സ്വിങ് ചെയ്തു. സഞ്ജു ആണെങ്കിൽ ഇൻസിംഗറിനനുസരിച്ച് ഷേപ്പ് ചെയ്ത് വന്നതാണ്. സഞ്ജുവിൻ്റെ സ്റ്റംപിളക്കി കളഞ്ഞു ആന്ത്രേ ബർക്കർ. അവിടെ ഉണ്ടായിരുന്നു എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന. പിന്നാലെ നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് സ്റ്റംപ് മുഴുവൻ കാണിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ 143.3 km/h വന്ന ആർച്ചറുടെ പന്ത് സ്റ്റംപിളക്കി കളഞ്ഞു. CSKയുടെ 2 ഓപ്പണർമാരും 6 റൺസിന് മടങ്ങിപ്പോകുന്ന കാഴ്ച. അവിടെ അപായ സൈറൺ മുഴങ്ങിയതാണ്. പിന്നെ കണ്ടീഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്ത് കളിക്കണമായിരുന്നു. അതിലേക്ക് പോയില്ല. മറിച്ച് ആയുഷ് മേത്ര, ഞാൻ പറഞ്ഞല്ലോ, ഹെഡ് ഹൈയിൽ വന്നിട്ടുള്ളൊരു പന്ത് ഹുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ആ ബൗൺസർ ഹുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പുറത്താകുന്നു. ഗോൾഡൻ ഡക്ക് ആയിട്ട് പോവുകയാണ്. മാത്യു ഷോട്ടിനെയാണ് പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചത്. ഷോട്ടാവട്ടെ സന്ദീപിൻ്റെ പന്തിൽ പുറത്താവുകയാണ്. ഷോട്ടിന് അവസരം ലഭിച്ചത് തന്നെ ഡേവിഡ് ബ്രവിസിന് പരിക്കുള്ളത് കൊണ്ടാണ്. സന്ദീപിൻ്റെ ഒരു സ്ലോ ബോൾ ചിപ്പ് ചെയ്ത് യശസ്വി ജയ്സ്വാളിൻ്റെ കൈകളിലേക്ക് പോകുന്നു. സോ 6 ഓവർ ആകുമ്പോഴേക്കും 38-4 എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വീണു പോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ പിന്നെ ജഡേജയുടെ ഒരു താണ്ഡവമാണ്. ജഡേജ വരുന്നു, 2 വിക്കറ്റുകൾ എടുക്കുന്നു. 57-6 എന്ന രൂപത്തിലേക്ക് അവരുടെ അവസ്ഥ താഴേക്ക് പരിതാപകരമായി പോകുന്നു. എങ്ങനെയെങ്കിലും സ്കോർ ഒന്ന് കൊണ്ടുപോകണം എന്നുള്ളതിനാണ് ഇമ്പാക്റ്റ് സബ്ബായിട്ട് സർഫ്രാസ് ഖാൻ ഇറക്കുന്നത്. അതുകൊണ്ട് ഇത് സംഭവിച്ചു വെച്ചാൽ ബൗളിങ്ങിൽ ഒരു ഓപ്ഷൻ അവർക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. ഇമ്പാക്റ്റ് സബ്ബായിട്ട് ബൗളേഴ്സിനെ കൊണ്ടുവരിക, ഗുർജപ്രീത് സിംഗോ രാമകൃഷ്ണ ഘോഷോ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കിയിട്ട് അവർ കൊണ്ടുവന്നത് സർഫ്രാസ് ഖാനെ റണ്ണ് വർദ്ധിപ്പിക്കാനാണ്, എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാനാണ്. 6ഉം 4ഉം ഒക്കെ അടിച്ച് ഒരു പ്രതീക്ഷയൊക്കെ തന്നെങ്കിലും തൻ്റെ വജ്രായുധം പുറത്തെടുത്ത ജഡേജ വളരെ ക്യുക്കറായിട്ട് എറിഞ്ഞൊരു പന്തിൽ സർഫ്രാസ് ഖാനെ LBWയിൽ കുരുക്കുന്നു. അപ്പം CSKയുടെ ആ പ്രതീക്ഷയും അവിടെ മങ്ങിപ്പോകുന്ന കാഴ്ച. ശിവൻദ്യൂബ് വന്ന പാടെ 6റൊക്കെ അടിച്ചു. എന്നാൽ ശിവൻദ്യൂബയെ പറഞ്ഞു വിട്ടുകൊണ്ട് ജഡേജ കൃത്യമായിട്ട് പ്രതികരിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സെൻഡ് ഓഫ് ഒക്കെ കണ്ടില്ലേ. എന്നിട്ട് പിന്നെ ഇന്നിങ്സിൻ്റെ ഇടവേള സമയത്ത് പറഞ്ഞു പിങ്ക് ലുക്സ് ഗുഡ് ഓൺ മീ എന്ന്. അപ്പോൾ ഒരു ചിരിയോടുകൂടി പറഞ്ഞെടുത്ത് എല്ലാം ഉണ്ട്. ബാക്കി വിശദീകരണങ്ങളും വിശകലനങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്നുള്ളത്. CSK 100 താഴെ ഓൾ ഔട്ട് ആകും എന്നുള്ളൊരു ഫീലാണ് അപ്പോഴുണ്ടാക്കുന്നത്. എന്നാൽ ജെയ്മി ഒവേർട്ടൻ്റെ 43 റൺസ് അദ്ദേഹം 36 പന്തുകളിൽ നിന്ന് അടിച്ചെടുത്താണ് ഈ ഒരു 127-ലേക്കെങ്കിലും എത്തിയത്. 20 റൺസിന് മുകളിലെടുത്ത ഒരേ ഒരു CSK ബാറ്റർ അദ്ദേഹമാണ്. മാത്രമല്ല അൻഷുൽ കമ്പോജിനൊത്ത് 10ാം വിക്കറ്റിൽ അദ്ദേഹം 33 റൺസാണ് ആഡ് ചെയ്തത്. അത് ഹയസ്റ്റ് എവർ ഫോർ ദി ലാസ്റ്റ് വിക്കറ്റ് ഫോർ CSK എന്നുള്ളൊരു റെക്കോർഡിലേക്ക് കൂടി പോവുകയും ചെയ്തു. അപ്പോൾ CSKക്ക് എവിടെ പിഴച്ചു എന്നുള്ളത് ഇനി ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല. ടോസ് നഷ്ടപ്പെട്ടു. പിച്ച് പേസ് ഇങ്ങനെ ബൗളർമാർക്ക് അനുകൂലമായ രൂപത്തിലായിരുന്നു എന്ന് വരുമ്പോൾ അതിനനുസരിച്ച് അപ്ലൈ ചെയ്ത് കളിക്കുകയല്ല ചെയ്തത്. മറിച്ച് എത്രയാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ ബാറ്റ് വീശി വിക്കറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വലിച്ചെറിയുന്ന അവസ്ഥയുണ്ടായി. അതാണ് ഋതു കളിക്ക് ശേഷം അംഗീകരിക്കുന്നത്. എത്ര വേണമെന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. വീണ്ടും അടിക്കാൻ ശ്രമിച്ചു, വിക്കറ്റുകൾ പോയി, ഒന്ന് കുറച്ചുകൂടി ഡീപ്പറായിട്ട് ഞങ്ങൾ കളിക്കേണ്ടിയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് അവിടെയാണ് പ്രസക്തമാകുന്നത്. അപ്പം ഈ ഒരു ടെസ്റ്റ് മാച്ച് പാച്ച് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ കളി നീങ്ങുമ്പോൾ അതനുസരിച്ച് കുറച്ച് സമയം ഒന്ന് ഒതുങ്ങി നിന്നിട്ട് ഡീപ്പറായിട്ട് കൊണ്ടുപോയിട്ട് അടിക്കാൻ കഴിയണമായിരുന്നു. അതിന് തുനിയാത്തിടത്താണ് CSKക്ക് പണിപാളിയത്. സോ അവിടെ നിന്ന് തിരിച്ചു വരണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? തുടക്കത്തിലെ പണി കൊടുക്കണമായിരുന്നു. രാജസ്ഥാൻ റോയൽസിന് അവസരം ഉണ്ടായിരുന്നു. വൈഭവ് സൂര്യവംശിയെ ഗോൾഡൻ ഡക്കിന് പറഞ്ഞു വിടാമായിരുന്നു. മാറ്റ് ഹെൻറിയുടെ പന്തിൽ വൈഭവ് സൂര്യവംശിയുടെ ടൈമിംഗ് തെറ്റി കുത്തനെ ഉയർന്ന പന്താണ്. കാർത്തിക് ശർമ്മ ആ ബോൾ ജഡ്ജ് ചെയ്ത് തെറ്റിപ്പോയി. അദ്ദേഹം പുറകോട്ട് ഓടി, കുറച്ച് ടഫാണ് ശരിയാണ്, എന്നാലും അത് ഗ്രാബ് ചെയ്യാവുന്ന ക്യാച്ചാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടിയ ബോൾ ബൗണ്ടറിയിലേക്ക് എത്തുന്ന കാഴ്ചയും കണ്ടു. സാധാരണ അദ്ദേഹം രാജസ്ഥാന് വേണ്ടി കീപ്പറായിട്ട് നിൽക്കുന്നയാളാണ്. അദ്ദേഹം ഫീൽഡിൽ അദ്ദേഹത്തിന് ജഡ്ജ്മെൻറ്റ് തെറ്റി എന്ന് തന്നെ മിസ് ജഡ്ജഡായി പോയി. അങ്ങനെ സംഗതി ബൗണ്ടറിയായി. അവിടെ പിഴച്ചു. ഇനിയിപ്പോൾ ആദ്യം സൂര്യവംശിയെ പുറത്താക്കിക്കൊണ്ട് കളി ജയിക്കുന്നതല്ല പറയുന്നത്. തുടക്കത്തിലെ വിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അവിടെ നിന്ന് സൂര്യവംശി പ്രതികരിച്ചത് തൊട്ടു പിന്നാലെ 6 അടിച്ചുകൊണ്ടാണ്. ദെൻ പിന്നീട് അവൻ ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. 15 പന്തുകളിൽ നിന്നാണ് അവൻ്റെ അർദ്ധ സെഞ്ചുറി പിറക്കുന്നത്. 15-കാരൻ 15 പന്തിൽ അർദ്ധ സെഞ്ചുറി അടിച്ചുകൊണ്ട് പണി കൊടുക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത്ര വേഗത്തിൽ അർദ്ധ സെഞ്ചുറി IPL അടിക്കുന്ന 4ാമത്തെ താരമായിട്ട് അവൻ മാറുന്നു. യശസ്വി ജയ്സ്വാളും KL രാഹുലും പാറ്റ് കമിൻസും റൊമാരിയോ ഷെഫേർഡുമാണ് ഇങ്ങനെ ഇതിനേക്കാൾ വേഗത്തിൽ അർദ്ധ സെഞ്ചുറി IPL അടിച്ചിട്ടുള്ളത്. CSK ഒടുവിൽ 52 റൺസിൽ 17 പന്തിൽ 52 റൺസിൽ നിൽക്കുമ്പോൾ സൂര്യവംശിയെ മടക്കി വിട്ടു.
സർഫ്രാസിൻ്റെ ഒരു കിടിലൻ ക്യാച്ചാണ് ബൗണ്ടറി ലൈനിൽ അദ്ദേഹം മുന്നോട്ടേക്ക് ഡൈവ് ചെയ്തെടുത്ത ഒരു കിടിലൻ ക്യാച്ചാണ് വൈഭവിനെ പറഞ്ഞു വിടാൻ സാധിച്ചത്. കമ്പോജ് അടുത്ത ഓവറിൽ വീണ്ടും അടിച്ചു എന്ന് പറഞ്ഞാൽ ധ്രുവ് ജുറലിനെ പറഞ്ഞു വിട്ടു. പക്ഷേ ജയ്സ്വാൾ 38 നോട്ടൗട്ട്, ക്യാപ്റ്റൻ റിയാൻ പരാഗ് 14 നോട്ടൗട്ട് രാജസ്ഥാൻ റോയൽസിൻ്റെ വിജയം ഉറപ്പാക്കി. CSKയുടെ തകർച്ച പൂർണ്ണമാക്കി. തിരിച്ചു വരണമെങ്കിൽ രുദ്രാജ് ഗെയ്ക്വാദ് പറഞ്ഞ പോലെ ഈ കളി അവിടെ പുറകിൽ വിടണം, ബാക്കി മൂവ് ഓൺ ചെയ്യണം. അതിനുള്ള ടീമുണ്ട്, സ്ക്വാഡുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. തലയെപ്പോലെ ഒരാളുടെ സാന്നിധ്യം ഇത്തരം ഘട്ടങ്ങളിലാണ് ടീമിന് അനിവാര്യമായിട്ട് വരുന്നത്. വളരെ പെട്ടെന്ന് സ്കോർ കാർഡ് നോക്കിക്കൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സഞ്ജു സാംസൺ 7 പന്തുകളിൽ 6 റൺസ് അടിച്ചപ്പോൾ രുദ്രാജ് ഗെയ്ക്വാദ് 11 പന്തുകളിൽ 6 റൺസ് അടിച്ചു. ആയുഷ് മേത്ര ഗോൾഡൻ ഡക്കായി, മാത്യു ഷോട്ട് 2, സർഫ്രാസ് ഖാൻ 17, കാർത്തിക് ശർമ്മ 18, ശിവൻ ദ്യൂബെ 6, ജെയ്മി ഓവർട്ടൺ 36 പന്തിൽ നിന്ന് 43 അടിച്ചെടുത്താണ് ടീമിനെ 100 കടത്തിയത്. നൂർ അഹമ്മദ് 1, മാത്യു ഹെൻറി 5, അൻഷുൽ കമ്പോജ് 7 റൺസുമായിട്ട് പുറത്താകാതെ നിന്നു. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ജോഫ്രെ ആർച്ചർ 4 ഓവറിൽ 19 റൺസിന് 2 വിക്കറ്റ്, നാന്ദ്രെ ബർഗർ 4 ഓവറിൽ 26 റൺസിന് 2 വിക്കറ്റ്, രവീന്ദ്ര ജഡേജ 3 ഓവറിൽ 18 റൺസിന് 2 വിക്കറ്റ്, രവി ബിഷ്ണോയിക്കും സന്ദീപ് ശർമ്മക്കും ബ്രിജേഷ് ശർമ്മക്കും ഓരോ വിക്കറ്റുകൾ ലഭിക്കുകയും ചെയ്തു. മറുപടി ബാറ്റിങ്ങിൽ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ചേർന്നുള്ള കിടലൻ വെടിക്കെട്ട് തുടക്കം എന്ന് പറഞ്ഞാൽ വൈഭവിൻ്റെ പൊളിച്ചെടുക്കലാണ്. 7ാമത്തെ ഓവറിൽ അവൻ മടങ്ങുമ്പോഴേക്കും 75 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാജസ്ഥാൻ റോയൽസ്. ആകെ 127 ചേസ് ചെയ്ത് നോക്കുക. 17 പന്തിൽ 4 4 5 6 അടക്കം 52 റൺസാണ് അവൻ അടിച്ചത്. ദെൻ ഒപ്പം ഓപ്പൺ ചെയ്ത യശസ്വി ജയ്സ്വാൾ 36 പന്തിൽ നിന്ന് 38 റൺസുമായിട്ട് സെൻസിബിൾ ആയിട്ടുള്ള ഇന്നിങ്സ് കളിച്ചു. ധ്രുവ് ജുറൽ 9 പന്തിൽ നിന്ന് 18 റൺസ് അടിച്ചു. കമ്പോജാണ് മടക്കി വിട്ടത്. റിയാൻ പരാഗ് 11 പന്തിൽ നിന്ന് 14 റൺസുമായിട്ട് പുറത്താകുന്നു. CSKക്ക് എന്ത് പോസിറ്റീവ് കിട്ടിയെന്ന് വെച്ചാൽ അൻഷുൽ കമ്പോജിൻ്റെ ബൗളിംഗ് 3 ഓവറിൽ 27 റൺസിന് 2 വിക്കറ്റ്. ഖലീൽ 3 ഓവറിൽ 17 റൺസേ വിട്ടുകൊടുത്തുള്ളൂ. എങ്കിലും CSKയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ രണ്ടാം കളിയാകുമ്പോഴേക്കും പരിഹരിക്കേണ്ടതുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.